ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മുടെ കുരിശുമുത്തപ്പൻ്റെ മല കയറാനായിട്ടാണ്. മലയാറ്റൂർ മല. ഞങ്ങളൊരു നേർച്ച നേർന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ജോക്കുട്ടന് എനിക്കൊന്ന് 2-3 കൊല്ലമായിട്ട് വിട്ടുമാറാത്ത ചുമയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ നേർന്നതാണ് ചുമ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് മല കയറാം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ദിവസമാണ്. അങ്ങനെ കാലത്ത് മമ്മി തുടയ്ക്കാൻ നിന്നപ്പോഴാണ് ജോക്കുട്ടൻ ബോറടിക്കണമെന്ന് പറഞ്ഞിട്ട് ജോക്കുട്ടൻ മമ്മിയുടെ നിന്ന് മേടിച്ചിട്ട് ജോക്കുട്ടൻ തുടയ്ക്കണത്. അപ്പോൾ ഇവന് വേണ്ടി നേർന്നതാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഒരു 3:30 ഇറങ്ങിയത് കേട്ടോ. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1-1.5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വഴികളാണ്. നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ഇരുന്ന് പോകും. പക്ഷെ നമുക്ക് ഒരു അക്കടി പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂർ മല പോണതിന് പകരം നേരെ അതിരപ്പള്ളിക്ക് വെച്ച് കഴിച്ചു. കണ്ടോ, ഈ റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ നേരെ പോകേണ്ടത് നമ്മൾ അതിരപ്പള്ളിയിലേക്കാണ്. പക്ഷെ അതിരപ്പള്ളി പോയിട്ട് കാര്യമില്ലയോ, നമ്മൾ നേർച്ച നേർന്നേക്കുന്നത് മലയാറ്റൂർ മലയ്ക്കാണല്ലോ. പക്ഷെ നമുക്ക് ആദ്യം അത് മനസ്സിലായില്ല. നമ്മൾ അതിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടണില്ല അത് എവിടേക്കാണ് പോണേ എന്നുള്ളത്. നമ്മുടെ മലയാറ്റൂർ മലയുടെ ഒരു സൈൻ പോലും കാണിക്കണില്ല. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ആ വ്യൂ ഒക്കെ കണ്ടപ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങണം എന്ന് തോന്നി. നമുക്കപ്പോഴും മനസ്സിലാവണ്ടായില്ലല്ലോ, മലയാറ്റൂർ മല എത്തണില്ലല്ലോ എന്നുള്ള ഒരു ഇത് നമുക്ക് ക്ലിക്കായില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ നല്ല വ്യൂ ഒന്ന് കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി അതൊന്ന് കുറച്ച് നേരം കണ്ട് നമ്മൾ വീണ്ടും യാത്ര നമ്മുടെ തുടങ്ങി. അങ്ങനെ കുറച്ചും കൂടി ദൂരം പോയപ്പോഴാണ് നമ്മൾ ചോദിക്കാൻ തുടങ്ങിയത് മലയാറ്റൂർ മലയ്ക്കുള്ള വഴി ഏതാണ് എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് പോണ ഒരാളാണ് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വഴി തെറ്റിപ്പോയി, നമുക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ റിട്ടേൺ ബാക്ക് എടുത്തു. അങ്ങനെ വീണ്ടും മലയാറ്റൂർക്കുള്ള യാത്ര നമ്മൾ തുടങ്ങി. ഞങ്ങൾ ജോക്കുട്ടനെ കാണിക്കാത്ത ഒരു ഡോക്ടർമാരുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം കഴിഞ്ഞ കൊല്ലം അലർജി ടെസ്റ്റ് ചെയ്തു. അതിന് കുറച്ച് പൈസ നമ്മൾ മുടക്കി. പക്ഷേ കാര്യമായിട്ട് അലർജി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീണ്ടും UAE പോയി അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ എന്താ പറയണേ, വിട്ടെങ്കിലും മാറാത്തൊരു ചുമ. നമുക്ക് ആകെ ഒരു വിഷമമായിപ്പോയി. കാരണം ആഴ്ചയിലാണ് നമ്മൾ ഡോക്ടർമാരെ കാണണതേ. അപ്പോൾ പിന്നെ നമുക്കിന്നെ ആകെ വിഷമം ആയിപ്പോയി, കരച്ചിലും എല്ലാം. കാരണം ഭയങ്കര ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഉറങ്ങാൻ പറ്റില്ല. പാവത്തിന് കുത്തിയുള്ള ചുമ. നമ്മളെ നെഞ്ചിൽ കഫം കെട്ടി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഫീൽ, അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ മലയാറ്റൂർ മലയിൽ എത്തുന്നതിന് മുന്നേ ഇവിടെ നക്ഷത്ര തടാകം ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ വരണം. നക്ഷത്ര തടാകം വൈകുന്നേരം കാണും, നല്ല അടിപൊളിയാണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുട പെരുന്നാളൊക്കെ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് നക്ഷത്ര തടാകത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത്. കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ വീഡിയോസ് വരുന്നുണ്ട്. വൈകുന്നേരം നൈറ്റ് വ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മലയാറ്റൂർ മലയിലേക്ക് എത്തി. അങ്ങനെ മലയാറ്റൂർ മല കയറാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മൾ കയറാൻ പോണത്. കാരണം ഇതിക്ക് മുന്നും ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1ാം സ്ഥലം എത്തണതിന് മുന്നേ നമുക്ക് മനസ്സിലൊരു ഫീലിംഗ് ആണ്, കയറാൻ പറ്റുമോ. ചില സമയത്തൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് കയറാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കയറാൻ കുറച്ച് ഈസി ആണെന്നുണ്ടെങ്കിലും ഇറങ്ങാൻ എൻ്റെ അമ്മ വളരെ ബുദ്ധിമുട്ടാട്ടോ. കയറുന്നതിനും വളരെ ബുദ്ധിമുട്ട് ഇറങ്ങണേനാണ്, അതിനൊരു രക്ഷയില്ല. അപ്പം അങ്ങനെ നമ്മുടെ മലകയറ്റം നമ്മൾ കുറച്ച് നടക്കും, പിന്നെ വയ്യാണ്ടാവുമ്പോൾ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ മല കയറിയത്. എങ്ങനെയൊക്കെയോ നമ്മൾ മല കയറി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കുരിശ്, അതായത് മരം കൊണ്ടുള്ള ഭയങ്കര ഭാരമേറിയ കുരിശൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരിതൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നടക്കാനാണോ അത്ര ബുദ്ധിമുട്ട് എന്നുള്ളത്. ഇത് കണ്ടോ, നേരെ തന്നെ ഒരെണ്ണം ഇരിക്കേണ്ടത്. പക്ഷെ അതിന് വലിയ എന്താ പറയുക, വെയിറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിലും വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് അങ്ങ് അറ്റത്ത്. അതായത് നമ്മൾ മലയിലേക്ക് എത്തുമ്പോൾ ഉള്ള കാഴ്ചകൾ ഉള്ളത്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് കേട്ടോ നമ്മുടെ തോമസ് ലീഹ.
ആപത്തുകളിലും കഷ്ടപ്പാടുകളിലും പെട്ട് വരുന്നവരെ ആശ്വസിപ്പിക്കാൻ വിശുദ്ധൻ വൃദ്ധൻ്റെ രൂപം ധരിച്ച് വരുമായിരുന്നു എന്ന് പഴമക്കാർ വിശ്വസിച്ച് പോന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ വിശുദ്ധന് മുത്തപ്പൻ എന്ന പേരും വന്നത്. AD 52 ഭാരതത്തിലെത്തിയ തോമസ് ലീഹ മലയാറ്റൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മലയാറ്റൂർ മലയിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ചാപ്പൽ ഏകദേശം 500 വർഷം പഴക്കമുള്ളതാണ്. മലയാറ്റൂരിൽ നിന്ന് മദ്രാസിലെ മൈലാപ്പൂരിലേക്ക് യാത്രയായ തോമസ് അവിടെ വെച്ച് കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ചരിത്രം. രക്തസാക്ഷിത്വത്തിന് ശേഷം ഏതാണ്ട് 800 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാറ്റൂർ പള്ളി വിശുദ്ധനായ തോമസിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മേലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് ഇതിലും ഭാരമേറിയ കുരിശികൾ അവിടെ വെച്ചിട്ടുള്ളത് കാണാമെന്ന്. അതാണ് ഇവിടെ കുറേ കുരിശികളുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ മല കയറുന്നത് അത്ര വലിയ എന്താ പറയുക ടാസ്ക് ഒന്നല്ല. ഈ മരം മീൻസ് ഈ കുരിശ് കൊണ്ട് വരുന്നതാണ് വലിയൊരു ടാസ്ക് എന്ന് ഞാൻ ആ നേരത്ത് ഞാൻ വിശ്വസിച്ച് പോയി. കാരണം നമ്മളൊന്നും കയറുന്നതൊന്നുമല്ല, ഇതിനും കുറേ ത്യാഗം ചെയ്ത് ചെയ്യുന്നവർ ഇവിടേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും ഭാരമേറിയ കുരിശൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, മല കയറേണ്ട സമയം 6 മണി വരെയാണ് കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് വന്നായിരുന്നു, നിങ്ങൾ എന്താ ഇത്ര ലേറ്റായേ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾ ഒരു 5:30യോടെയാണ് നമ്മൾ മല കയറാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു മല എത്തിയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി കാണണം. അപ്പോഴാണ് നമ്മുടെ അടുത്ത് സെക്യൂരിറ്റി ഗാർഡ് വന്ന് പറയുന്നത് 6 മണി വരെ ഉള്ളൂ എന്നുള്ളത്. പിന്നെ ഇതിലിരിക്കുന്നത് നമ്മുടെ തോമസ് ലീഹയുടെ സവിശിഷ്ടങ്ങളാട്ടോ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞതാണ്. മലയാറ്റൂർ പള്ളിക്ക് ആന കുത്തിയ പള്ളി എന്നും പേരുണ്ട്. വനപ്രദേശമായ മലയാറ്റൂരിൽ ആനകൾ വരികയും പള്ളിയുടെ പിൻഭാഗത്ത് കുത്തി സാരമായ നഷ്ടങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കേടുപാടുകൾ തീർത്തെങ്കിലും ആന കുത്തിയ ഭാഗം ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങോട്ടാട്ടാ, ആന കുത്തിയ പാടുകൾ കാണാനായിട്ട്. ആന കുത്തിയ പള്ളി എന്ന പേരും അങ്ങനെ വന്നതാണ്. പഴയ ഈ പള്ളിയോട് ചേർന്നാണ് ഇന്ന് കാണുന്ന നമ്മുടെ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ആരാധനകളും പ്രാർത്ഥനകളും നടക്കുന്നതും ഒക്കെ ഈ പുതിയ പള്ളിയിലാണ്. ഇതാണ് നമ്മുടെ പഴയ പള്ളി ട്ടാ. ഇനി നമ്മൾ പോണത് നമ്മുടെ വറ്റാത്ത കിണർ കാണാനായിട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഒരിക്കലും വറ്റാത്ത കിണർ. ഇതാണ് പുതിയ പള്ളിട്ടാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നത്. നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞ പ്രകാരം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു പോർച്ചുഗൽ രീതിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്.
അതീവ ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ ഇരുന്ന സ്ലീഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശ് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ കുരിശ് ഇതിൻ്റെ പ്രതീകമായാണ് നിലകൊള്ളുന്നത്. നോമ്പുകാലത്താണ് വിശ്വാസികൾ കൂടുതലും മലയാറ്റൂർ മല കയറുന്നത്. പൊൻകുരിശുമായി ബന്ധപ്പെടുത്തി പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് വിളികളുമായിട്ടാണ് ഭക്തർ മല കയറുന്നത്. മലയാറ്റൂർ പള്ളി ഹിന്ദു കേന്ദ്രമായിരുന്നതായും ബിംബത്തിനടുത്ത് ഒരു കുരിശു താനെ മുളച്ചു വന്നതോടെ അത് ക്രിസ്ത്യാനികൾക്ക് വിട്ടുകൊടുത്തതായും പഴങ്കഥകളുണ്ട്. തോമാശ്ലീഹ അമാനുഷിക വലിപ്പമുള്ള ഒരാളായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഭാരം താങ്ങാനാവാതെ പാറ കുഴിഞ്ഞ് പാദമുദ്ര ഉണ്ടായതെന്നും ഐതിഹ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഗ്ലാസ്സുമ്മ നിറച്ച് എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ ആ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ തോമാശ്ലീഹയുടെ കാൽപാദങ്ങൾ ഉള്ളേട്ടാ. അങ്ങനെ മല കയറിയ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. ഇനി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചിറങ്ങണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കയറണേലും ബുദ്ധിമുട്ട് ഇറങ്ങണേനാണ്. നമ്മൾ ഒരു കാല് വെക്കുമ്പോൾ അടുത്ത കാലിൽ തന്നെ അങ്ങോട്ട് സ്പീഡിൽ പോണ പോലെ നമുക്ക് ഫീൽ ആവും. എന്നാലും കുഴപ്പമില്ല, ഇറങ്ങിയല്ലേ പറ്റൂ. മമ്മിയൊക്കെ പയർമണി പോലെയാണ് പോകണ്ടായിരുന്നത്. എങ്ങും കൂരിരുട്ട്, ചീവീടിൻ്റെ കരച്ചിലുകൾ, നിശബ്ദതയുടെ അലയടികൾ. ഇതിൽ കൂടി ഞാനും എൻ്റെ ഭാര്യയും കൂടി കൈ പിടിച്ച് നടത്തി മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്ത് നേർച്ച നേർന്നിരുന്നു. അത് സന്തോഷമായി പൂർത്തീകരിച്ച് ഞങ്ങൾ മല ഇറങ്ങി വരികയാണ് സുഹൃത്തുക്കളെ. അടിപൊളിയായിരുന്നു. വേണ്ട വിജനമായ വഴി, അവിടെയൊക്കെ ഫുൾ ഇരുട്ടാണ്. ഈ സൈഡ് മൊത്തം ഇരുട്ടാണ്. ഇവിടെ ഒന്നും ഒരാളുമില്ല. മമ്മിയും ജോക്കുട്ടനും മാമിയൊക്കെ ഫ്രണ്ടിൽ അങ്ങനെ അറ്റത്ത് പോകുന്നുണ്ട്. ഏകദേശം നിങ്ങൾക്ക് കണ്ട് വേണ്ട, അയ്യോ കാണില്ലല്ലോ, അത്രയും അറ്റത്താണ് പോണേ. ഞങ്ങൾ ഒരുപാട് ഇപ്പറയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്ര തടാകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ നക്ഷത്രങ്ങളാണ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ താഴ്വാരാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മുഴുവൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസിന് അനുബന്ധിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് കൂടുണ്ട്, ക്രിസ്മസ് പാപ്പയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളവിടെ ഇങ്ങനെ റെസ്റ്റ് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ചേട്ടൻ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നത്. കാരണം അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ.
ഇതാണ് നമ്മുടെ നക്ഷത്ര തടാകം കേട്ടോ. ഫുള്ള് വൈബാണ്. ഒരു വട്ടെങ്കിലും ഇങ്ങോട്ട് വരണം, എൻജോയ് ചെയ്യണം. നല്ല എന്താ പറയുക, പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് ലൈറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആകെ ടോട്ടലി ടയേർഡായിരുന്നു. സോ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് രസിച്ചു. ലാസ്റ്റ് ഞങ്ങളൊരു ഢാബയിൽ കയറി ഫുഡ് അടിച്ച് നേരെ വീട്ടിൽ വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ ബൈ.